ഹായ് ഫ്രണ്ട്സ്, മീ ആൻഡ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് നടന്ന ജനയുഗം സഹപാഠി ക്വിസിന്റെ LP തലം സ്കൂൾ തല ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ വിജയികളായ കുട്ടികളെല്ലാവരും കമന്റിൽ അറിയിക്കണേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണല്ലോ എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ആർക്കാണ്? ആൻസർ KG ശങ്കരപ്പിള്ള. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ 24ാമത് മന്ത്രിസഭ 2026 മെയ് 18 അധികാരമേറ്റു. ഈ മന്ത്രിസഭയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ആൻസർ ശ്രീ N ശംസുദ്ദീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവികൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അവയെ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിച്ചു. തന്നിട്ടുള്ളവയിൽ ഗ്രൂപ്പ് 1 കാക്ക, കോഴി, എലി, താറാവ്. ഗ്രൂപ്പ് 2 കടുവ, വരാൽ, മത്സ്യം, പരുന്ത്, ചെന്നായ. ഗ്രൂപ്പ് 3 അണ്ണാൻ, മാൻ, മുയൽ, തേൻകുരുവി. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഗ്രൂപ്പ് 1, 2 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംഗീതത്തിന്റെ വസന്തകാലം എന്നറിയപ്പെടുന്നത് ഏത് രാജാവിന്റെ ഭരണകാലമാണ്? ആൻസർ സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വശത്ത് 8 കളങ്ങൾ വീതമുള്ള സമചതുരാകൃതിയാണല്ലോ ചെസ് ബോർഡിനുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ചെസ് ബോർഡിലെ ആകെ കളങ്ങളുടെ എണ്ണം എത്രയാണ്? 64. രാജുവിന്റെയും കൂട്ടുകാരുടെയും ഉയരം അളന്ന് പട്ടികപ്പെടുത്തി. രാജു 130 സെന്റിമീറ്റർ, നിഖിൽ 1 മീറ്റർ 20 സെന്റിമീറ്റർ, ധന്യ 138 സെന്റിമീറ്റർ, രാജി 1 മീറ്റർ 40 സെന്റിമീറ്റർ. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ആരുടെ പേരാണ് ആദ്യം വരുന്നത്? ആദ്യം നിഖിലിന്റെ. ഇന്ത്യയിലെ ദേശീയ പക്ഷി മയിലാണല്ലോ. ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വൂളാർ. കേരളത്തിന്റെ സംസ്ഥാന ഫലം ചക്കയാണല്ലോ. എന്നാൽ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്ന് മനുഷ്യർ നേരിടുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. താഴെ പറയുന്നവയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? ആൻസർ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചു കളയുന്നു. അടുത്തത്, ശലഭങ്ങളെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏത്? ആൻസർ ബുദ്ധമയൂരി. കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തുക. തിന്നുമ്പോൾ വളരും, കുടിക്കുമ്പോൾ മരിക്കും, ഞാനാര്? ആൻസർ തീ. 2026 USA, കാനഡ, മെക്സിക്കോ എന്നിവർ ആതിഥേയത്വം വഹിച്ച ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ ജേതാക്കൾ ആര്? സ്പെയിന്. പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. ഈ വരികളിലെ അല്ലൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ ദുഃഖം. Ship is related to captain in the same way train is related to loco pilot. ക്വസ്റ്റ്യനിൽ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിനടുത്ത് പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തിനരികെയുള്ള കടൽ തീരം. പുരാതന കേരളത്തിലെ രാജവംശമായ ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ പ്രകൃതിദത്തമായ തുറമുഖം. ആൻസർ വിഴിഞ്ഞം. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയോട് 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ അബാക്കസിൽ ക്രമീകരിക്കുന്നതിന് എത്ര മുത്തുകൾ വേണ്ടിവരും? ആൻസർ 1. അനുവിന്റെ നാട്ടിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. ഇതിന് ഏറ്റവും സാധ്യതയുള്ള കാരണം ഏതാണ്? ആൻസർ കൊതുകുകൾ ധാരാളം ഉണ്ടായിരുന്നത്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കി പരത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ 34 കായലുകളാണല്ലോ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ആൻസർ പുന്നമടക്കായൽ. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണല്ലോ മോഹിനിയാട്ടം. അതുപോലെ ആന്ധ്രാപ്രദേശിലെ തനത് നൃത്തരൂപം അത് ഉത്ഭവിച്ച ഗ്രാമത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലും പ്രചാരമുള്ള ഈ നൃത്തരൂപം ഏത്? ആൻസർ കുച്ചിപ്പുടി. ടൈ ബ്രേക്ക് ക്വസ്റ്റ്യൻസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആ കേരളീയ കലാരൂപം അഭിനയത്തിന്റെ മാതാവ് എന്നും അറിയപ്പെടുന്നു. ഏതാണ് കലാരൂപം? കൂടിയാട്ടം.
2026 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയത് കെലിയൻ എംബാപ്പയാണ്. എന്നാൽ ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് റോഡ്രി. ലോകത്തിലെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുകയാണ്. ഇറാന്റെ തലസ്ഥാന നഗരി പലതവണ ആക്രമിക്കപ്പെട്ടു. ഏതാണ് ആ തലസ്ഥാന നഗരം? ആൻസർ ടെഹ്റാൻ. ഒരു അതിവർഷത്തിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? 366. പഴഞ്ചൊല്ലിലെ വിറ്റുപോയ ഭാഗം പൂരിപ്പിക്കുക. അടിതെറ്റിയാൽ ഡാഷ് വീഴും, ആനയും വീഴും.